ഹലോ ഓൾ അസ്സലാമു അലൈക്കും. ചെറിയ ചെറിയ ഷോപ്പിംഗ് വീഡിയോ ഒക്കെയാണ് ഇന്നത്തെ കാണിക്കുന്നത്. എനിക്ക് ഡെയിലി വീഡിയോ ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ച മുതലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു വെള്ളരി പച്ചടിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതിനായിട്ട് വെള്ളരി ചെറുതായി അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. ആ വെള്ളരി എന്നിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 3 പച്ചമുളകും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ വെള്ളരി പച്ചടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കടുക് ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണ്ട. നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു തേങ്ങ മിക്സും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പച്ചടിയാണ് ഈ വെള്ളരി പച്ചടി. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം 1 കപ്പ് തൈര് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി താളിച്ചിട്ട് കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണേ. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാൻ നോക്കട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഈ ഒരു വെള്ളരി പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളത് ഞാൻ മീൻ പൊരിച്ചെടുക്കലാണ്. അതിന് മഞ്ഞളും കുരുമുളക് പൊടിയും ഇതും ഉപ്പൊക്കെ ചേർത്ത് മുളകൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ പൊരിക്കുന്ന പോലെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഓയിലിന് ശേഷം മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ചെറുതായിട്ടുള്ള റൂമിലേക്കുള്ള ഷോപ്പിംഗ് കാര്യമൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ആണ് ഇറങ്ങുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ലൈറ്റായിട്ട് ഉറങ്ങി നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആയിട്ട് പഴം വാട്ടിയതോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കൽ. അത് കഴിഞ്ഞ് ചോറ് നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ലൈറ്റ് പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ലേറ്റായിട്ടാണ് ഉറങ്ങൽ. ഇന്ന് എനിക്ക് മെഡിക്കൽ എടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പം മെഡിക്കൽ എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇന്ന് പുറത്തിറങ്ങിയ എനിക്ക് റൂമിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ഹോം സെൻറ്ററിലേക്ക് മെഡിക്കലൊക്കെ കഴിഞ്ഞ ശേഷം അതിലേക്ക് ഹോം സെൻറ്ററിലേക്ക് കയറിയതാണ്. അപ്പോൾ ഹോം സെൻറ്ററിൽ ഇന്ന് നല്ലൊരു സെയിലുള്ള ദിവസമാണ്. അതുകൊണ്ട് റൂമിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനായിട്ട് ഹോം സെൻറ്ററിലേക്ക് കയറിയതാണ്. അപ്പോൾ നല്ല റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നി. നല്ല സെയിലുണ്ടായിട്ടുണ്ടായിരുന്നു ചില ഐറ്റംസിനൊക്കെ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതേപോലത്തെ ഡിന്നർ സെറ്റും ഒക്കെ ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിന്. അധിക സാധനം ഹോം സെൻറ്ററിൽ നിന്നൊക്കെയാണ് വാങ്ങൽ. അത് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുപോക്കാണ്. നാട്ടിൽ വെച്ച് ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും സെയിലുണ്ടെന്ന് നോക്കിയിട്ട് വാങ്ങലാണ്. അപ്പോൾ ഡിന്നർ സെറ്റും ഒക്കെ നല്ല സെയിൽ കാണുന്നുണ്ട്. ഈ ഒരു ബൗൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വുഡൻ ബൗളാണ്. അപ്പോൾ ഇത് ഇവിടെ യൂസ് ചെയ്യാൻ നല്ലതാണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഈ മഴക്കാല സമയമൊക്കെ ഈ തണുപ്പടിക്കുന്ന സമയമൊക്കെ ഇങ്ങനത്തെ വുഡൻ ഐറ്റംസിനൊക്കെ ഒരു പൂപ്പല പോലെ പിടിക്കലുണ്ട്. അത് ഇങ്ങനത്തെ വുഡൻ ഐറ്റംസൊക്കെ നമ്മളെ നാട്ടിൽ അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയ ശേഷം ലൂലുവിലേക്ക് വന്നതാണ്. നമ്മുടെ അടുത്ത ഉള്ള ലൂലു തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് മിക്സിയും കാര്യമൊക്കെ വാങ്ങാനുണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അതിനായിട്ട് ലൂലുവിൽ കയറിയതാണ്. അപ്പം ഇവിടെ എനിക്ക് മിക്സിയും ഫാന് അതേപോലത്തെ ഐറ്റംസ് ഒക്കെ അങ്ങനത്തെ ഇലക്ട്രിക് ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങാനുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.